ഉണ്ടാക്കല്ലേനു. വീഡിയോ എടുക്കാം നമുക്ക് പ്ലീസ്. ഇത് പഠിക്കാൻ നമുക്ക് വാ. ഇത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇത് വാ, ഈ ബുക്ക് കാണിച്ചു കൊടുക്കാം. ഇനുവിന്റെ യുവിനൈ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇന്ന് എണീറ്റപ്പോൾ തന്നെ 6 നമ്മുടെ ഇനു ബേബി ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഫുൾ ടൈം അലമ്പായിരുന്നു. പാല് കുടിക്കലും അങ്ങനെ ഇങ്ങനെ. അവൻ രാത്രി ചോറ് കഴിച്ചില്ല. കാരണം ഇന്നലെ അവൻ പകൽ ഉറങ്ങില്ല അങ്ങനെ ഒരു തുള്ളി പോലും ഉറങ്ങിയില്ല. ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ടിട്ട് അവൻ അത് ആലോചിച്ചിരുന്നേച്ചി. അപ്പം ഇപ്പം എന്നെയിട്ട് തല്ലി പിടിച്ചിരിക്കണതാണ്. അവൻ എന്നെയിട്ട് തല്ലി പിടിച്ചിട്ട് അവൻ്റെ പാവേനെയൊക്കെ അവനെടുത്ത് എറിഞ്ഞിട്ട് ഇവിടെ കിടക്കണത് നോക്കിക്കേ. കണ്ട ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അവന് ഫുൾ ടൈം ബെഡിൽ കിടന്നിങ്ങനെ ചാടണം. ഞങ്ങൾ പുതിയ ബെഡ് വാങ്ങിയ പിന്നെ അവനിപ്പോൾ ഇതാണ് അവൻ്റെ മേട്. ബേബി ദേഷ്യം വന്നപ്പോൾ വലിച്ചെറിഞ്ഞ പാവകളാണ്. അത് ഇനു ബേബീനെ കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് വെപ്പിക്കാം. ഇനു ബേബി എല്ലാം എടുത്ത് വെച്ചേ ഗുഡ് ബോയ് ആയിട്ട്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ഇട്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആ വീഡിയോ ഫ്ലോപ്പായി പോയി. ചെക്കൻ അലമ്പുണ്ടാക്കി കിടന്നു. അവിടെ എടുത്ത് വെക്ക്. നല്ല കൊച്ചാണ് കേട്ടാ, ഗുഡ് ബോയ് ആണ് കേട്ടാ. ഇങ്ങനെ ചെയ്യണോട്ടാ എപ്പോഴും. അമ്മയുടെ ചുഞ്ഞാരാണ് ഇനു ബേബി. ഇനു ബേബി ഇതെടുത്ത് വെക്ക. അപ്പം അമ്മ വീഡിയോ കാണിച്ചു തരാം. എടുത്തു വെക്ക, അമ്മ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. വഴക്കിട്ട അമ്മേനോട്. വഴക്കാണോ? എന്തിനാ വഴക്കിട്ടത്? അപ്പം അമ്മ കരയും. കളയണോ? ആരെ കളയണം? അമ്മേനെ കളയണോ? അപ്പം അമ്മ ഉണ്ടാവൂലല്ലോ. വെറുതെ പറഞ്ഞാണ്. അമ്മേനെ കളയൂല. ആ എടുത്ത് വെച്ചേ. ആ എടുത്ത് വെക്കണോ? കാണിച്ചു കൊടുത്തേ. ആ കളയ. യുവിച്ചേട്ട വന്നപ്പോ ഇനുവിന് എന്താ കൊണ്ടുവന്നേ? മിഠായി കൊണ്ടുവന്ന കഴിച്ചാ വാവാ? അമ്മയായിട്ടുള്ള വഴക്ക് മാറിയാ കുഞ്ഞ? വഴക്ക് മാറിയാ? ഇവിടെ നോക്കി പറ, ചിരിച്ചേ. അമ്മ എന്നാ കയ്യിലൊരു ഉമ്മ നമ്മടാ. താങ്ക് യു. സൂപ്പർ. അങ്ങനെ നമ്മുടെ യുവിച്ചേട്ട ക്ലാസ് കഴിഞ്ഞ് വന്നേക്കണേണ്. വന്ന പാടേതേ അറിയാലോ എന്താ കാണുന്നേ? TV. എന്നാ വേണ്ട? എന്നാ വേണ്ടത്? എന്തെന്നാ ഇത്? പാപ്പോ? പിന്നെ നമുക്ക് പാലക്ക് മുറുക്കാണെന്ന് കഴിക്കാനായിട്ട്. ഇനി വന്നപ്പോൾ വേറെ ഒന്നുമില്ല കൊടുക്കാൻ. പിന്നെ ഇതാണ്. അപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനു ബേബി വന്നിട്ടുണ്ട് കേട്ടാ. ഇനു ബേബിക്ക് ഇങ്ങനെ കവറക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഇനു ബേബി വിടാതെ ഇതാണ് ഉള്ളത്. ഇന്ന് പാലക്ക് മുറുക്ക്. അപ്പം ഇന്ന് സ്നാക്സ് നമുക്ക് ഇതാണ്, വേറെ ഒന്നുമില്ല കൊടുക്കാനായിട്ട്. പിന്നെ ഇതുങ്ങളാണെങ്കിൽ ഈ വേവിച്ച പലഹാരങ്ങളൊക്കെ എന്താ പറയുക കഴിക്കൽ കുറവാണ്.
ഇഷ്ടമല്ല. ചില നേരമൊക്കെ കഴിക്കും, ചില നേരം കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ബേബിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ മതി കഴിക്കാനായിട്ട്. യുവിനെ സമാധാനിപ്പിക്കാനാണ് എനിക്ക് പ്രശ്നം കൂടുതലും. കൊച്ചിനങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ച് നമുക്ക് എന്തായിരുന്നു, ചോറും പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതായിരുന്നു. പിന്നെ കൊടപ്പൻ വെച്ചിട്ടുണ്ടായിരുന്നു, വാഴക്കൊടപ്പനില്ലേ അത്. അപ്പോൾ അതിൻ്റെ ഒരു തോരനും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പ് കറി കുറച്ച് വെച്ച് രാവിലെ പുട്ടിന് വേണ്ടിയിട്ട്, പുട്ട് കഴിക്കാനായിട്ടൊരു കറി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഡെയിലി പരിപ്പ് കടല പയറ് ഇവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ പരിപാടി ഇതൊക്കെയാണ്. ഞാനും പിള്ളേരും എന്താ പറയുക, എന്ന് വെച്ചാൽ പിള്ളേരും ഞാനുമാണ്. എൻ്റെ ഒരു സമയം പോകണത് ശരിക്കും പറഞ്ഞാൽ പിള്ളേരുള്ളത് കൊണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ബോറടിച്ചിരിക്കും. ഇപ്പം ഞാൻ വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ടിട്ട്, നേരത്തെ ആണെങ്കിൽ വർക്കിന് പോകുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കൊച്ചുങ്ങളുടെ കൂടെയാണല്ലോ ഫുൾ ടൈം. എൻ്റെ ജീവിതം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരെ നോക്കുക, അവരെന്നെ നോക്കുക, അതിലുപരി അങ്ങനെയൊക്കെ അങ്ങനെ പോകണേണ്. അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ പരിപാടി ഇതൊക്കെയാണ്. സൂപ്പറാണോ? പതുക്കെ തിന്നി കടിച്ചിനി. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതേ നല്ല മഴക്കാർ വെക്കണുണ്ട്. നന്നായിട്ട് തന്നെ വെച്ച് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇതുപോലെ ഒരു മഴക്കാറുണ്ട്. അപ്പോൾ ഞാൻ അഴയിലുണ്ടായ തുണി മുഴുവനും ഞാൻ എടുത്ത്. നേരത്തെ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ തോട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഓണം സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ മറ്റേ ആമ്പലൊക്കെ വിരിയും. ആമ്പലും അങ്ങനെ ഇതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ആമ്പലിൻ്റെ മറ്റേ ചെടിയുടെ ആ ഒരു ഇതില്ലേ, അത് കാണുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും പൂവുണ്ടാവും. നേരത്തെ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ. പക്ഷേ അന്ന് ഇതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, മറ്റേ പൂവുണ്ടാവുന്ന ആ ഒരു ഇലയില്ല ഇങ്ങനെ വട്ടത്തിലുള്ളത്. അത് ഇപ്പം ഇല്ല, അത് കാണാനില്ല. ഞങ്ങൾ ഈ തോട്ടിലെ കലക്കി ഊരുമായിരുന്നു പണ്ട്. ഇപ്പം പക്ഷെ തോട് കണ്ടാൽ നല്ല വൃത്തികേടായിട്ട് കിടക്കണേണ്, ഒന്നിനും കൊള്ളില്ല. ആൾക്കാർ അപ്പുറത്ത് കമ്പനിയാണ്, അപ്പോൾ അവർ ഫുൾ വേസ്റ്റ് ഇങ്ങോട്ടാണ് ഇടാറ്. അപ്പോൾ തോടാകെ അലമ്പായി കിടക്കണേ. ഇപ്പോഴും വഴക്കിട്ടിരിക്കണേണോ? അതെ, നമ്മൾ കൂട്ടായി എന്ന് പറഞ്ഞേ. ഞങ്ങൾ കൂട്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ടാറ്റാ. വഴക്കിടില്ല, അവരോട് കൂട്, അവരോട് കൂട്ടിട്. ടാറ്റ പറ, ടാറ്റ. ഉമ്മ കൊടുക്ക്. ആ, ഓക്കെ.